ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവരും റാഹത്തല്ലേ? ഇത് 2 ദിവസം മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ. കുറച്ച് പെൻഡിങ് ആണ്, കുറച്ച് ഭയങ്കര ബിസി തിരക്ക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ വിട്ടിട്ടോ. അതേതായാലും ഇന്ന് അതാണ് എടുത്തിടാൻ വിചാരിച്ചുകൊണ്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചക്ക് തിരുമ്പലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചോറും കൂട്ടാനും ഒക്കെ സെറ്റാക്കിയതിന് ശേഷം പിന്നെ ഓലക്കൊടി കുറച്ച് വെട്ടിയിട്ടാണ്ടായിരുന്നു. അതേമാതിരി തന്നെ മുറ്റടിക്കണ ചൂല് തേഞ്ഞ് കഴിഞ്ഞിരുന്നു കേട്ടോ. കൊറ്റിച്ചൂലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂലൊന്ന് റെഡിയാക്കി എടുക്കണം. അതേമാതിരി കുറച്ച് ഓലകളെടുപ്പം നല്ലോണം ഓല ചാടുന്നുണ്ട് അല്ലേ. അപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെ മുറ്റത്ത് കിടക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിരിഞ്ഞ് റെഡിയാക്കണ തിരക്ക് അതൊക്കെയാണ് കേട്ടോ. പിന്നെ ആദ്യമോനും അല്ലൂട്ടൻ കളിക്കാനായിട്ട് പോയിക്കണ്, ഒരു അസ്രബാങ്ക് കൊടുക്കാനായിക്കണം കേട്ടോ. അപ്പോൾ അല്ലൂട്ടൻ കളിക്കാൻ പോയിക്കണ്. പൊന്നൂസ് പിന്നീട് TV കണ്ടു തീർക്കുന്നുണ്ട്. അച്ചും ഇവിടെ മുറ്റത്ത് ഇങ്ങനെ മണ്ണപ്പം ചുട്ടു. പിന്നെ മണ്ണപ്പം ചുടാൻ കിട്ടിയാൽ പിന്നെ വേറെ ഭാഗത്തേക്കൊന്നും ഓളുണ്ടാവില്ല കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഓടി വരും കേട്ടോ. കാരണം ഓലക്കൊടി ചൂട്ട് തലയിൽ വെച്ച് കൊണ്ടുപോകാനുള്ള തിരക്കേക്കാരം ഇവിടെ. അപ്പോൾ അതിന് വേണ്ടി മണ്ടി വരും. അപ്പോൾ ഇതെൻ്റെ ആദ്യമോനോട് ഞാൻ ഒരു ഓലക്കൊടി കെട്ടാക്കാൻ വേണ്ടിയിട്ട് കയറിൻ്റെ പറഞ്ഞു. നമ്മൾ വായൻ്റെ തൂങ്ങി നിൽക്കുന്ന പട്ട ഉണ്ടല്ലോ, ആ പട്ടയാണ് കേട്ടോ ഞാൻ കയറെടുക്കൽ. അപ്പം ഞാൻ കുറച്ച് കയറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കെട്ടി കൊടുക്കണം. ഓലക്കൊടി ചൂട്ട് കെട്ടാക്കിയ അപ്പം എത്തും കേട്ടോ എല്ലാവരും. കാരണം അത് കൊണ്ടുവയ്ക്കാൻ തലയിൽ വെച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞത് എൻ്റെ പൊന്നൂനും എൻ്റെ അച്ചുട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ തിരുമ്പിക്കുളി കഴിഞ്ഞിട്ട് തിരുമ്പി കുളിക്കാൻ അങ്ങോട്ട് കയറിയിട്ടില്ല. ആദ്യമോനും കറണ്ടും പോയി. പിന്നെ ടാങ്കി മോറലായിരുന്നു കേട്ടോ. ഇന്ന് മനൂട്ടനും ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ മനുവും അല്ലൂട്ടനും എല്ലാവരും കൂടി ടാങ്കിയൊക്കെ ഒന്ന് മോറി റെഡിയാക്കുകയാണ്. പിന്നെ ടാങ്കി ഒക്കെ മോറി സെറ്റാക്കി വെച്ചപ്പോൾ കറണ്ടും പോയി കേട്ടോ. അപ്പോൾ പിന്നെ കുളിക്കാനും കയറിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് തന്നെ ഈ പരിപാടികളൊക്കെ ഒന്ന് കഴിക്കട്ടെ വിചാരിച്ചുകൊണ്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ അച്ചുട്ടി ഓലക്കൊടിച്ചൂട്ട് ആക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ എൻ്റെ അച്ചുട്ടി വന്നിക്കണം കേട്ടോ. നല്ല പച്ച മടലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നടുകൊണ്ട് കീറിയാൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പൊളിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു നല്ല ഉണങ്ങിയാൽ പിന്നെ അങ്ങോട്ട് കൊത്തി കീറാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതാ ഞാൻ 2 ചൂട്ട ഉണ്ടാക്കിയോ കേട്ടോ. ബാക്കിയുള്ളത് നാളെ ചെയ്യാൻ വിചാരിച്ച്. അപ്പോൾ ചൂലുണ്ടാക്കാനൊക്കെ ഉണ്ട്. അച്ചു ഗൈസ് കണ്ടില്ലേ, അതിനാണ് നമ്മൾ ഒളിച്ചിരുന്നത്. ഓലക്കൊടി കെട്ട് കൊണ്ടുപോകാനാണ് ഗൈസ് അച്ചുട്ടി നമ്മൾ ഒളിച്ചിരുന്നത് കേട്ടോ. ഓക്ക് വേണ്ടി ഒരു കുഞ്ഞ് കെട്ടുണ്ടാക്കിയതാണ്. ഒരാളെ വിളിച്ചതാണ്. അപ്പൊ എല്ലാവരും നാളെ വെട്ടിട്ടാണ്ട് കൊറേ രണ്ട് കെട്ടുള്ളൂ. ആ വിറക് കൊണ്ടുവരൂ. ആ വിറക് എല്ലാവരും കൂടെ എല്ലാവരും കൂടെ കൊണ്ടുവരട്ടാ. എന്താ കെട്ടട്ടെ. രണ്ട് ചൂട്ടാണ് കേട്ടോ വെട്ടിരിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 2 ചൂട്ടിനും ഭയങ്കര തിരക്കും. ഒന്ന് ആദ്യമാണ് കൊണ്ടുപോയിട്ടാ. അല്ലാണ്ട് പൊന്നൂസ് ആകെ തെറ്റി കുറുമ്പളകി പൊയ്ക്കണം. ഓക്കെ അതുകൊണ്ട് ഓലക്കൊടി ചൂട്ട് കൊണ്ടുപോയി വെക്കണം എന്നുള്ള വാശിയിൽ നടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ മറ്റവനാണെങ്കിലോ ഞാൻ കൊണ്ടുവയ്ക്കാതെ പറഞ്ഞാണ്ട് ഓൻ ഓടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് നേരമൊക്കെ അങ്ങനെ കുറുമ്പ് മാറണില്ല. ഞങ്ങളെല്ലാവരും കൂടി ഇതാ വിറകൊക്കെ വെട്ടിരിഞ്ഞ വിറക് മുഴുവൻ അടുക്കളയിൽ കൊണ്ടുപോയി ചേറിൻ്റെ മുകൾക്ക് അടുപ്പിൻ്റെ മുകളിൽ കുറച്ച് മരങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകൾക്ക് അങ്ങോട്ട് കൊണ്ടുവച്ച് കൊടുക്കലാണ്. അപ്പോൾ അച്ചുട്ടി ഉണ്ട്, ആദിയുണ്ട്, ഞാനും ഉണ്ട്. പൊന്നൂസ് പിന്നെ കൊണ്ടുപോയിടാനില്ല. കാരണം ഓലക്കൊടി കൊണ്ട് കിട്ടായിട്ടുള്ള കുറുമ്പ് കാട്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മക്കളെ ഇവിടുത്തെ പടകൾ കേട്ടോ. അപ്പോൾ ഒരാൾ ഇറങ്ങി എല്ലാവർക്കും വേണ്ടി വരും. അങ്ങനത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയും തിരക്കും കാര്യങ്ങളും തന്നെയാണ് കേട്ടോ. ഓരോ വെയ്ത്തര ഓടാനും എന്തിനേ നമുക്ക് നേരമുള്ളൂ.
പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം വിറകുകളൊക്കെ അടുക്കളയിൽ കൊണ്ടുപോയിട്ടതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങ പൊളിച്ച് വെളിച്ചെണ്ണ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ആയിക്കണം കേട്ടോ. അപ്പോൾ ഓയിലാണ് ഇപ്പോൾ ഉണ്ടാക്കലും തോമ്പിക്കലും ഒക്കെ. അപ്പോൾ ഓയിലിൽ ഉണ്ടാക്കിയിട്ട് ഒരു രസമില്ല, ഒരു ഇതും കിട്ടണില്ല. അപ്പോൾ പൊരിക്കലൊക്കെ ഇപ്പോൾ ഓയിൽ തന്നെയാണ് കേട്ടോ. അല്ലെങ്കിലും ഓയിൽ തന്നെ പൊരിക്കുക. പക്ഷെ തോമ്പിക്കലും കൂടി ഓയിലായപ്പോൾ ഒരു ജാതി ഇട്ടാൽ. അപ്പോൾ തേങ്ങ ഉണ്ട് കുറച്ച് ഉണങ്ങിയ ഉണക്കട്ട തേങ്ങകൾ. അപ്പോൾ അതൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ അച്ചുട്ടി കുറച്ച് നമ്മൾ പൊളിച്ച് വെച്ചിരുന്നു. അപ്പോൾ അത് പൊളിച്ച് വെച്ച തേങ്ങകളൊക്കെ ഒന്ന് ചാക്കൊക്കെ മാറ്റിയിടുകയാണ് കേട്ടോ. കുറച്ചും കൂടി ഇങ്ങോട്ട് പൊളിച്ചെടുക്കാനുണ്ട്, അതും കൂടി ഇങ്ങോട്ട് പൊളിക്കട്ടെ. അപ്പോൾ പുറത്തൊരു ബാത്റൂം ഉണ്ട് കേട്ടോ. അവിടെ ഇപ്പം ഉപയോഗിക്കലില്ല. അപ്പോൾ അതിലാണ് ഞാൻ വിറകര പൊളിഞ്ഞാടിയതിന് ശേഷം തേങ്ങകളൊക്കെ കഴിക്കാണ്ട് വാരിയിടുക കേട്ടോ. അപ്പോൾ തേങ്ങ അതിന് കുറച്ച് എടുത്തിട്ട് വരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ പൊളിച്ച് ഇനി ബാക്കിയും കൂടി ഇങ്ങോട്ട് പൊളിക്കാനായിട്ട് നിൽക്കുകയാണ്. ആദ്യം ഓരോന്നിച്ച് കൊണ്ടുപോയി മന കുട്ടി ഒക്കെ പാടെ കൊണ്ടോട്ടാ. ഇന്ന് വൈകുന്നേരത്തെ പടം അതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. രണ്ടാൾ കളിക്കാൻ പോയിക്കണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇതാ അവിടെ തേങ്ങ ബാക്കിയുള്ള തേങ്ങയും കൂടി ഞാനങ്ങോട്ട് പുറത്തേക്ക് എടുത്തിട്ടാണ്. ചേരി നമ്മൾ പൈ തന്നെ വെക്കൽ കേട്ടോ. ക്ലോസറ്റൊക്കെ അടിച്ചിക്കണ്. അത് അടിച്ചതിന് ശേഷം നമ്മൾ ചേരിയും തേങ്ങയൊക്കെ ഇപ്പോൾ ആ വിറകരിത്തെ ആ ബാത്റൂമിൽ തന്നെ ഇടൽ കേട്ടോ. വിറകര പാകം പൊളിഞ്ഞടിക്കണ്, പിന്നെ ശരിയാക്കിയിട്ടില്ല. അപ്പോൾ മഴ കൊള്ളാതെ വെക്കാൻ വേണ്ടിയിട്ട് ആ ബാത്റൂമിലാണ് കയറ്റി വെക്കും. ചകിരി ആയാലും തേങ്ങ ആയാലും ഒക്കെ കേട്ടോ. അപ്പോൾ അതിനുള്ളിൽ നിന്ന് മൊത്തമായിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് ഇടണം. നാളെ മുതൽ ഫുള്ളായിട്ട് അങ്ങോട്ട് പൊളിച്ചെടുക്കുക. അപ്പോൾ നല്ല വെയിലാണല്ലോ, 2-3 ദിവസം അങ്ങോട്ട് വെയിൽ കൊണ്ടാൽ നമുക്കിത് വെളിച്ചെണ്ണ ആയും ചെയ്തു. കുറേ തേങ്ങ ഉണ്ട്, വെളിച്ചെണ്ണ കഴിഞ്ഞിട്ട് കുറച്ച് കഴിക്കണം. ഇതുവരെ പൊളിച്ചിട്ടില്ല. അപ്പോൾ മൊത്തമായിട്ട് ഒന്ന് പൊളിച്ചെടുക്കണം. ഞാൻ പൊളിച്ച് വെച്ചതിൻ്റെ അച്ചുട്ടിയാണ് കേട്ടോ. അപ്പോൾ ചാക്ക് ഇടേണ്ടത് നിങ്ങൾ കാണുന്നില്ല, അച്ചുട്ടി ചാക്ക് ഇടേണ്ടത്. പിന്നെ ഏതായാലും പൊന്നു ആ കൊണ്ടേച്ച ഓലപ്പൊടി കെട്ടി എടുത്തോണ്ടോ പോകുന്നു. രണ്ടാമത്തെ ഓക്കന്നെ കൊണ്ടേക്കണം, എന്നെങ്കിലും അവളെ ഓടിഞ്ഞ് മാറുള്ളൂ. കൊണ്ടേച്ച ഓലപ്പൊടിൻ്റെ കെട്ട് എടുത്ത് കൊണ്ടുവരണം. അങ്ങനെ ഇതാ പൊന്നൂസ് ആ ഓലക്കൊടി കെട്ടി ഇങ്ങോട്ട് തന്നെ പുറത്ത് തന്നെ കൊണ്ടുവന്നിട്ടിട്ട്. അപ്പോൾ ഓളെ നുളോളി അങ്ങോട്ട് മാറിയും ചെയ്തിട്ടാ. അപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് പുറത്ത് തന്നെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ നമ്മൾ തേങ്ങയൊക്കെ പൊളിച്ചു. ഇനി കറണ്ടൊക്കെ വന്ന് ഇനി കുളിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. ഇന്നലെ തോരട്ടതാണ് കേട്ടോ. ബാഗൊക്കെ ശരിക്കും അങ്ങോട്ട് ഉണങ്ങിയിട്ടില്ല. എല്ലാവരും സ്കൂൾ ബാഗും കഴുകിയിട്ടതാണ്. ഇനി വിറകുകൾ മൊത്തമായിട്ടൊന്ന് ഇതിന് വിട്ടത്തിൻ്റെ മുകൾക്ക് വെക്കണം. ചേയിൻ്റെ മുകൾക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ പണ്ട് ആദ്യമൊക്കെ ഇവിടെ ഈ അടുപ്പത്തേന്ന് തീയൊക്കെ പിടിപ്പിച്ചിരുന്നത്. ഇപ്പോൾ പിന്നെ ആകെ പെരിച്ചായി മാന്തി ആകെ കഥായപ്പോൾ തന്നെ പിടിപ്പിക്കട്ടോ. അപ്പോൾ അവിടുത്തെ വിട്ടുണ്ടായി ആ വിട്ടത്തിൻ്റെ മുകൾക്കാണ് വിറകൊക്കെ കൊണ്ടുവന്ന് വെക്കൽ. നമ്മൾ ആദ്യം പോലെ എടുത്തു തരികയാണ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അതിൻ്റെ മുകൾക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. അച്ചൂട്ടിനെ കാണാനില്ല. അച്ചൂട്ടി ഞാൻ വെക്കാണ്ടെന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു കേട്ടോ. പൊന്നൂസ് പിന്നെ ഏതായാലും കുറുമ്പാട്ടി നിൽക്കുകയാണ്. അങ്ങനെ അച്ചുട്ടി ഞാനുണ്ടെന്ന് പറഞ്ഞ് അച്ചുട്ടി വന്നിട്ട് വിറക് അച്ചും ആദ്യം കൂടി എടുത്ത് തരികയാണ് കേട്ടോ. ഞാനെൻ്റെ മുകൾക്ക് വെക്കുന്നുണ്ട്. അങ്ങനെ ഏതായാലും വൈകുന്നേരത്തെ പരിപാടി ഇന്ന് ഇതൊക്കെയായിരുന്നു കേട്ടോ പരിപാടി എന്നുള്ളത്. കുട്ടികൾ എല്ലാവരും കുളിപ്പിച്ച് കയറ്റാനായി, ഇക്ക വരാനായി നേരം. അപ്പോൾ ഏതായാലും വെട്ടിയിരിഞ്ഞതും ഒക്കെ പാടെ അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ച് ഇവിടെ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. എടുക്കുമ്പോൾ തന്നെ അങ്ങോട്ട് ചെയ്താൽ പിന്നെ ആ പരിപാടി എനിക്ക് ഫുള്ളായിട്ടാണ് കഴിഞ്ഞോളും. പിന്നെ ചൂലുണ്ടാക്കാനുണ്ടായിരുന്നു, അതിനിടയിൽ ചൂലൊക്കെ ഒന്ന് ഉണ്ടാക്കി എടുക്കണം. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ആക്കി കേട്ടോ. ഇന്ന് നേരത്തെ തന്നെ ഇക്ക വന്നപ്പോൾ ബത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ബത്തൊക്കെ കൊടുന്ന് അപ്പോൾ തന്നെ മക്കൾക്ക് എല്ലാവർക്കും അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഓരോന്നെ കട്ട് ചെയ്താൽ ചിലപ്പോൾ തിരക്കേ കാരണം. അപ്പോൾ ഞാൻ തന്നെ അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ അച്ചൂട്ടിനെയും പൊന്നൂസിനെയും എല്ലാവരെയും കുളിപ്പിച്ച് അകത്തൊക്കെ കയറ്റുക. മണ്ണപ്പം ചുട്ടിട്ട് കളിക്കുക. അതേമാതിരി തന്നെ നമ്മളിവിടെ വിറകെടുത്തേക്കാനും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആകെ ചളി പൊളിയാണ് എല്ലാവരും മേത്തോട്ടോ. അപ്പോൾ കൈയൊക്കെയിട്ട് അങ്ങോട്ട് ബത്തൊക്കെ എടുത്ത് തിന്നാണ്. കുഴങ്ങിക്കണ പറഞ്ഞപ്പോൾ എന്നാൽ ബത്തൊക്കെ അങ്ങോട്ട് തിന്നോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവരും കുളിപ്പിച്ച് കയറ്റണം. അപ്പോൾ ഞാനും തിന്നാണ് ഒരു കഷ്ണം കേട്ടോ. ഭയങ്കര ഇതാകട്ടോ. കുറേ നേരമായി, ഇന്നൊരു 3 മണിക്ക് തുടങ്ങിക്കണം ഓരോ പരിപാടികളായിട്ട്. അപ്പോൾ നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാനായിട്ടാ. ഓക്കെ, താങ്ക് യു, ബൈ.